ഭഗവാനെ, എന്നെ ഒരു ശിഷ്യനായി കാണണം, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അജ്ഞാനിയാണ്, എല്ലാം അറിയാവുന്നവൻ എന്നുള്ള എൻ്റെ ധാരണ തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങയോട് പലതും പറഞ്ഞ് ഞാൻ തർക്കിച്ചു, പലതരത്തിലുള്ള ന്യായവാദങ്ങളും നിരത്തി. എന്നാൽ അതെല്ലാം അല്പബുദ്ധിയായ എൻ്റെ ജൽപ്പനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർവേശ്വര, ഏകമായ ആശ്രയമായി അങ്ങയെ കണ്ടുകൊണ്ട് ഞാനിത് അങ്ങയിൽ ശരണം തേടുന്നു. അങ്ങയുടെ കൃപാകടാക്ഷത്തിനായി യാചിക്കുന്നു. നേർബുദ്ധി കാട്ടണമേ, സുസ്ഥിരമായ പാതയെ പ്രദാനം ചെയ്യണമേ. അഷ്ടൈശ്വര്യത്തോടും ജീവിതത്തിലെ അനവധിയായ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ സർവേശ്വര അവിടെ നിന്ന് ഈ ഉള്ളവനെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന അർജുനൻ മാത്രമല്ല മിത്രങ്ങളെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നതാണ് ഭഗവത്ഗീതയിലൂടെ വേദവ്യാസൻ പറയുന്നത്. നമസ്തേ മിത്രങ്ങളെ, എല്ലാം അറിയുന്നവരാണ് നമ്മൾ. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു സമസ്യ അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആർജിച്ച അറിവ് മുഴുവൻ നിഷ്ഫലമായി പോകും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തിനു ചെയ്യണം എന്നറിയാതെ നമ്മൾ പകച്ചു പോകും. ഇത് നമ്മൾക്ക് മാത്രമുണ്ടായ ഒരു സങ്കടമല്ല, ഒരവസ്ഥയല്ല. ഈ അവസ്ഥ ഏത് മനുഷ്യരിലും എത്തിച്ചേരാം എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാന്റെ തന്നെ അംശാവതാരമായ വേദവ്യാസൻ നമ്മൾക്കായി കാട്ടിത്തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഇതേ സംശയം തന്നെയാണ് 5500 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനനും ഉണ്ടായത്. അല്ലെങ്കിൽ അർജുനനിൽ ഉണ്ടാകുന്ന ഈ ചിന്തകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്ന് കാലേ കൂട്ടി കണ്ടതുകൊണ്ട് ദീർഘദർശിത്വത്തിൻ്റെ ഉടമയായ ആ വേദവ്യാസൻ നമ്മൾക്കായി പകർന്നു തന്ന മുന്നറിയിപ്പുകളാണ്, എടുക്കേണ്ട മുൻകരുതലുകളാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരൊറ്റ ശ്ലോകമാണ് ഭഗവാന് അർജുനനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുവാനുള്ള കാരണം. ഭഗവാനെ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം അറിഞ്ഞവനെന്ന് ഞാൻ ധരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മുമ്പിലേക്ക് എത്തപ്പെട്ട ഈ സാഹചര്യത്തിനെ എപ്രകാരം ഞാൻ മറികടക്കണം എന്ന് പോലും സർവേശ്വര എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരജ്ഞാനിയായ ശിഷ്യന് എന്ന രീതിയിൽ എന്നെ കണ്ടുകൊണ്ട് സർവേശ്വരനായ സർവ്വ അറിവിൻ്റെയും മൂർത്തിമത് ഭാവമായ സർവ്വ അറിവിൻ്റെയും കാരണഭൂതനായ ജനാർദ്ദന അവിടെ നിന്ന് നേർവഴി കാട്ടണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരണം. അങ്ങ് പറഞ്ഞു തരുന്നത് അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഞാനിതാ സർവാത്മന സന്നദ്ധനാണ്. കാരണം എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ധരിച്ചിരുന്നതും എന്നെപ്പറ്റി കരുതിയിരുന്നതുമെല്ലാം അല്പത്തരമായിരുന്നു, തെറ്റായ ധാരണയായിരുന്നു. എന്നാൽ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ അഹങ്കരിച്ചു. എന്നാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഞാൻ അഹങ്കരിച്ചു. എന്നാൽ എൻ്റെ മുമ്പിലേക്ക് എത്തപ്പെട്ട ഈ ജീവിത സാഹചര്യത്തെ മറികടക്കുവാൻ പോലും ത്രാണിയില്ലാതെ, അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട പക്വത പോലുമില്ലാതെ, മനോധൈര്യം പോലുമില്ലാതെ ഞാനിതാ പരിതപിക്കുന്നു, പരാജിതനാക്കുന്നു. സർവേശ്വര, തെറ്റുകുറ്റങ്ങളിലേക്കും അധാർമികമായ പാതകളിലേക്കും എത്തപ്പെടാതെ അവിടെ നിന്ന് ഈയുള്ളവനെ കൈപിടിച്ചുയർത്തണം. അവിടുത്തെ ദിവ്യമായ അറിവിനെ എനിക്കായി മഹാപ്രഭു പകർന്നു തന്നാട്ടെ. തീർച്ചയായും അതായിരിക്കും എനിക്ക് ഏറ്റവും ഉത്തമമാകുന്നത്. എൻ്റെ മുമ്പിലേക്കെത്തിയ ഈ പരീക്ഷണത്തെയും പരീക്ഷകളെയും സമസ്യയെയും മറികടക്കുവാൻ അങ്ങയുടെ ദിവ്യമായ ഉപദേശം തീർച്ചയായും എനിക്ക് നേടുക തന്നെ വേണം, ലഭിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയമായി പോകും. ഈ പ്രാർത്ഥന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ അമിതമായി വിശ്വസിച്ചപ്പോഴും പല രീതിയിലുള്ള ഏടാകൂടങ്ങളിലും തെറ്റുകളിലേക്കും എത്തപ്പെടാറില്ലേ? സ്വാർത്ഥതയെ കൈമുതലാക്കിക്കൊണ്ട് എനിക്ക് നേടണം, എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും നേടണമെന്ന ചിന്തയോടുകൂടി പല രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് എത്തപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മുടെ കണക്കുകൂട്ടലുകൾ ഏത് നിമിഷം വേണമെങ്കിലും തകർന്ന് തരിപ്പണമാകാം. ഈ ബോധം വരുമ്പോഴേക്കും കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കും. പിന്നെ നമ്മൾക്കത് തിരിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപക്ഷെ അതിനുള്ള സാധ്യത പോലും വിദൂരമാകാം. അതുകൊണ്ടായിരിക്കാം നമ്മളിൽ അത്തരത്തിലുള്ള അവസ്ഥ എത്തരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ബോധവാന്മാരും ബോധവതികളുമാകണം എന്ന വേദവ്യാസൻ്റെ ഉത്തമമായ ആഗ്രഹമായിരിക്കാം നമ്മെക്കൊണ്ട് ഈ ചോദ്യം അർജുനനിലൂടെ ഭഗവാനോട് ചോദിക്കുവാനുള്ള നിമിത്തമായത്. ആ ചോദ്യം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാംഖ്യയോഗത്തിലെ 7ാമത്തെ ശ്ലോകം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛ്വാമി ത്വാം ധർമ്മ സമ്മൂഢചേത
യശ്രേയസാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാധി മാം ത്വാം പ്രപന്നം. ഭഗവാനെ, എന്നെ ഒരു ശിഷ്യനായി കാണണം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അജ്ഞാനിയാണ്, എല്ലാം അറിയാവുന്നവൻ എന്നുള്ള എൻ്റെ ധാരണ തെറ്റായിപ്പോയി എന്ന് എനിക്ക് ബോധ്യമായി. അങ്ങയോട് പലതും പറഞ്ഞ് ഞാൻ തർക്കിച്ചു, പലതരത്തിലുള്ള ന്യായവാദങ്ങളും നിരത്തി. എന്നാൽ അതെല്ലാം അല്പബുദ്ധിയായ എൻ്റെ ജൽപ്പനമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർവേശ്വര, ഏകമായ ആശ്രയമായി അങ്ങയെ കണ്ടുകൊണ്ട് ഞാനിത് അങ്ങയിൽ ശരണം തേടുന്നു. അങ്ങയുടെ കൃപാകടാക്ഷത്തിനായി യാചിക്കുന്നു. നേർബുദ്ധി കാട്ടണമേ, സുസ്ഥിരമായ പാതയെ പ്രദാനം ചെയ്യണമേ. അഷ്ടൈശ്വര്യത്തോടും ജീവിതത്തിലെ അനവധിയായ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ ഈ ഉള്ളവനെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന അർജുനൻ മാത്രമല്ല മിത്രങ്ങളെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ് എന്നതാണ് ഭഗവത്ഗീതയിലൂടെ വേദവ്യാസൻ പറയുന്നത്. അഹങ്കാരത്തെയും താൻ പോരിമയെയും തനിക്ക് നേടാനും ചെയ്യാനും കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പലപ്പോഴും ചിന്തിച്ച് പല രീതിയിലുള്ള അബദ്ധങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും നമ്മളെത്തും. ഒടുക്കം പരാജയത്തിൻ്റെ കയ്പ് നീരനുഭവിച്ച് നേടിയത് മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും, എന്ത് പറയുന്നതിന് മുമ്പും, എന്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പും ആ സർവേശ്വരനെ ഒന്ന് സ്മരിക്കൂ. അദ്ദേഹത്തിൻ്റെ പാദതാരിണകളിലേക്ക് തന്നെ സ്വയം സമർപ്പിക്കൂ. അങ്ങനെ സമർപ്പിച്ചാൽ അർജുനൻ്റെ ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ് ഭഗവാനെ സന്തോഷവാനാക്കിയതും തൻ്റെ വിശ്വരൂപ ദർശനമടക്കമുള്ള ഉത്തമങ്ങളായ മഹാഭാഗ്യങ്ങളെ, ഉത്തമ ഉപദേശങ്ങളെ അർജുനന് നൽകിയതും. അതിലൂടെയാണ് അർജുനൻ ആർജവത്തിൻ്റെ മൂർത്തിമത് ഭാവമായി കൗരവാദികളെ മുഴുവൻ നശിപ്പിക്കുന്നതും പരിപൂർണമായ പാണ്ഡവ വിജയത്തിന് കാരണഭൂതനായി മാറുന്നതും. അതുകൊണ്ടും നമ്മളുടെ ചുറ്റുമുണ്ട് കൗരവർ, ജീവിത സാഹചര്യമാകുന്ന ശത്രുക്കൾ. അവയെ നമ്മൾക്കും പരാജയപ്പെടുത്തണ്ടേ, നമ്മൾക്കും ഐശ്വര്യകരമായി ജീവിക്കണ്ടേ? അതുകൊണ്ട് സമസ്യകൾക്കും സംശയങ്ങൾക്കും സന്താപങ്ങൾക്കുമുള്ള പരിഹാരമായി സർവേശ്വരനെ വിളിക്കൂ. തീർച്ചയായും ഈ ശ്ലോകം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ശ്ലോകം. അതുകൊണ്ട് തന്നെ അർജുനൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഒന്നും അറിയാത്തവനാണ്, അജ്ഞനാണ്. അവിടുത്തെ ശരണമുണ്ടെങ്കിൽ മാത്രമേ ജനാർദ്ദന എനിക്ക് വിജയിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങയുടെ പാദതാരിണകളിലേക്ക് സമർപ്പിക്കുന്നു. കാത്തുകൊള്ളേണമേ, കൈവെടിയല്ലേ കരുണക്കടലേ എന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായും പാർത്ഥസാരഥി മുമ്പിൽ തന്നെ എത്തുന്നുണ്ടാകും, നമ്മെ പരിപാലിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഭഗവത്ഗീത വാക്യവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.